ഹായ് ഫ്രണ്ട്സ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇലസ്ട്രേഷൻ നമ്പർ 70 ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഭാഗ്യത്തിന് എൻ്റെ ഓൾഡ് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അതിൻ്റെ ആൻസർ എക്സസൈസ് സെറ്റിലാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇയേഴ്സ് ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, ബാക്കി അല്ലാതെ ഞാൻ നോക്കിയപ്പോൾ ക്വസ്റ്റ്യൻ ഏകദേശം എല്ലാം സെയിം ആയിരുന്നു. ഇത് എക്സാക്ട് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഇനി ഇതിൽ എമൗണ്ട് ഞാൻ പെട്ടെന്ന് നോക്കിപ്പോയപ്പോൾ ഇനി എമൗണ്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. രജിസ്ട്രേഷൻ നമ്പർ 70 തന്നെ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ജോധ്പൂർ ക്ലബ് ഫർണിഷസ് യു ദ റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡ് 31/3/2030. നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ് തന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കാം. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ബാങ്ക്. ഓക്കെ, പിന്നെ ഇത് നമുക്ക് ആവശ്യം വരും ചിലപ്പോൾ. ഡൊണേഷൻസ് 50,000, സബ്സ്ക്രിപ്ഷൻസ്, എൻട്രൻസ് ഫീ, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക്സ്, sale of old newspapers, sale of drama tickets, salary, repair expenses, furniture investments, miscellaneous expense, insurance premium, billiards table and other sports items, stationery expenses, drama expenses, cash in hand, cash at bank, closing balanceകൾ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് എന്തായാലും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടി വരും. ഇത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അഡീഷണൽ ഇൻഫോർമേഷൻ: subscriptions in arrear for 2012-13 9,000 and subscription in advance for the year 2013 43,500. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ അവസാനം നമ്മളോട് പറഞ്ഞിട്ടുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോർ ദി ഇയർ എൻഡ് 31/3/2030. സോ നമ്മുടെ ഇയർ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഇയർ എന്ന് പറയുന്നത് 2012-13 എന്ന് പറഞ്ഞിട്ടുള്ള ഇയർ ആണ്. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് ഓഫ് ദ ക്ലബ് ആസ് 31/3/2013 പ്രിപ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2012-13 ഇയറിനാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ്റെ ഒരു എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്കാണ് നമ്മൾ എമൗണ്ട് എഴുതുന്നതെങ്കിൽ എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടാണ് ലെസ് ചെയ്തിട്ടാണ് നമ്മൾ ആ എമൗണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ എഴുതേണ്ടത് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു മുന്നത്തെ വീഡിയോ അല്ലേ. സോ അതിൻ്റെ ബേസിസിൽ വേണം നമ്മൾ സബ്സ്ക്രിപ്ഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ആ സബ്സ്ക്രിപ്ഷൻ്റെ കേസ് വരുമ്പോൾ നമ്മളത് പറഞ്ഞു തരും. പിന്നെ ഇൻഷുറൻസ് പ്രീമിയം ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് 400. ഇവിടെ ഓൾറെഡി ഒരു ഇൻഷുറൻസ് പ്രീമിയം ഉണ്ട്. മിസ്ലാനിയസ് എക്സ്പെൻസസ് പ്രീപെയ്ഡ് 900 ആണ്. പ്രീപെയ്ഡ് ചെയ്തിട്ടുണ്ട് മിസ്ലാനിയസ് എക്സ്പെൻസസ്. ഇവിടെ മിസ്ലാനിയസ് എക്സ്പെൻസ് 5,000 തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ 900 എന്നാണ് പ്രീപെയ്ഡ് ആണ്. പിന്നെ 50% ഓഫ് ഡൊണേഷൻ ഇസ് ടു ബി ക്യാപിറ്റലൈസ്ഡ്. അപ്പോൾ ഡൊണേഷൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 50,000 ആണ്. ഇതിൻ്റെ 50% ക്യാപിറ്റലൈസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ 50% മാത്രമേ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ എടുക്കുള്ളൂ. അതായത് ക്യാപിറ്റലൈസ് ചെയ്യുന്ന ഭാഗം നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കും. ക്യാപിറ്റലൈസ് ചെയ്യാത്ത ആ മറ്റേ 50% ഉണ്ടല്ലോ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ എഴുതുന്നത്, അത് നമ്മൾ അവിടെ തന്നെ കാണിക്കും, റവന്യൂ നേച്ചർ ആയതുകൊണ്ട്. ഓക്കെ, പിന്നെ എൻട്രൻസ് ഫീസ് ടു ബി ട്രീറ്റഡ് ആസ് റവന്യൂ ഇൻകം. ഓക്കെ, അപ്പോൾ നമ്മളത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ കാണിക്കണം. പിന്നെ 8% ഇൻട്രസ്റ്റ് ഹാസ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഫോർ 5 months. അപ്പോൾ ഇൻട്രസ്റ്റ് 8% നമുക്ക് കിട്ടാനുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കണ്ടില്ലേ 1,000 ആണ്. അപ്പോൾ അതിൽ 8% ഇൻട്രസ്റ്റ് 5 മാസത്തിൻ്റെ നമുക്ക് ലഭിക്കാനുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ബില്ലാർഡ് സ്റ്റേബിൾ ആൻഡ് അതർ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് കോസ്റ്റിംഗ് ₹3 lakh were purchased in the financial year 2011-12. അപ്പോൾ 11-12 ഫിനാൻഷ്യൽ ഇയറിൽ 11-12 പറയുമ്പോൾ ഇത് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നതിന് തൊട്ട് മുന്നത്തെ വർഷത്തിൽ അവർ 3 ലക്ഷം രൂപ കൊടുത്ത് 3 ലക്ഷം രൂപ കോസ്റ്റ് വരുന്ന ബില്ലാർഡ് സ്റ്റേബിളും മറ്റ് സ്പോർട്സ് എക്യുപ്മെൻറ്റ്സും വാങ്ങിച്ചിട്ടുണ്ട്. ആൻഡ് ഓഫ് വിച്ച് ₹80,000 വാസ് നോട്ട് പെയ്ഡ്. അപ്പോൾ അതിലെ ഈ 3 ലക്ഷത്തിൽ 80,000 രൂപ 3 ലക്ഷം കൊടുക്കാൻ 3 ലക്ഷമാണ് അതിൻ്റെ കോസ്റ്റ്. അപ്പോൾ ഈ 3 ലക്ഷത്തിൽ 80,000 രൂപ നമ്മൾ 31/3/2012 ആയിട്ടും നമ്മൾ കൊടുത്തിട്ടില്ല. ദർ ഈസ് നോ ചാർജ് ഫോർ ഡിപ്രിസിയേഷൻ ടു ബി കൺസിഡേർഡ്. അപ്പോൾ ഡിപ്രിസിയേഷൻ്റെ ചാർജ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. കാരണം അതിൻ്റെ പെർസെൻറ്റേജും മറ്റു കാര്യങ്ങളും തന്നിട്ടൊന്നുമില്ല. അപ്പോൾ അതാണ് അവർ ഉദ്ദേശിച്ചത്. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡ് 31/3/2013 ആൻഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ദി ക്ലബ് ആസ് 31/3/2030. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ. എന്തൊക്കെ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് നമ്മൾ അറിവിൽ വെച്ചു. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കാം. ഓക്കെ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കാം. സോ ഞാനിവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ് 31/3/2022 എന്നാണ്. ഓക്കെ, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ 2022 ഓക്കെ, അതുകൊണ്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്. ഈ ഞാനിപ്പോൾ വായിച്ചതിൽ 2012-13 ആണ്.
ഇവിടെ 2021-22 എന്ന ഇയറിലായിരിക്കും നമുക്ക് നമ്മുടെ പുതിയ സിലബസിലെ സ്റ്റഡി മാറ്ററിലുള്ള ക്വസ്റ്റ്യൻ അനുസരിച്ച് വരുന്നത്. ഫൈൻ. അപ്പോൾ നമ്മൾ ഏതാണ്? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് സൈഡിലുള്ള കാര്യങ്ങൾ നോക്കാം. പേയ്മെൻറ്റ് സൈഡിൽ നിങ്ങൾ നോക്കുമ്പോൾ സാലറിയാണ് ആദ്യം വരുന്നത്. സാലറിക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകൾ പറയുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും കാണാനില്ല. അപ്പോൾ സാലറി 20,000 അതുപോലെ തന്നെ എടുത്ത് എഴുതാം. റിപ്പയർ എക്സ്പെൻസസിനും ഒന്നും കാണാനില്ല, 5,000 അതുപോലെ തന്നെ എടുത്ത് എഴുതാം. ഓക്കെ, അപ്പോൾ സാലറി ആൻഡ് റിപ്പയർ എക്സ്പെൻസസ് ആദ്യം തന്നെ നമുക്ക് അതെടുത്ത് എഴുതാം 5,000. ഇത് രണ്ടിനും നമുക്ക് എന്തില്ല, അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് എടുത്ത് എഴുതിയത്. അതിനുശേഷം ഫർണിച്ചറിൻ്റെ വാല്യൂ ഇവർ തന്നിട്ടുണ്ട്. ഫർണിച്ചർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് 60,000. സോ അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആവശ്യമില്ല, ഇത് ക്യാപിറ്റലാണ്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് 60,000 തന്നിട്ടുണ്ട്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് 60,000 തന്നിട്ടുണ്ട്, അത് ക്യാപിറ്റൽ നേച്ചറാണ്. മിസ്ലാനിയസ് എക്സ്പെൻസസ്, അപ്പോൾ ഇതാണ് നമുക്ക് അത് റവന്യൂ നേച്ചറാണ് അല്ലേ. മിസ്ലാനിയസ് എക്സ്പെൻസസ് ഇവിടെ 5,000 ആണ് തന്നിട്ടുള്ളത് പേയ്മെൻറ്റ് സെക്ഷനിൽ. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ മിസ്ലാനിയസ് എക്സ്പെൻസസ് പ്രീപെയ്ഡ് ₹900 എന്ന് കാണിച്ചിട്ടുണ്ട്. മിസ്ലാനിയസ് എക്സ്പെൻസസ് പ്രീപെയ്ഡ്, അതായത് ₹900 മുൻകൂട്ടി അടച്ചിട്ടുണ്ട്. ഓക്കെ, പ്രീപെയ്ഡ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, പ്രീപെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷത്തിന് നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് 2012-13 ആണ് അല്ലേ. 2012-13 ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ 2030-40 ഇയറിലേക്ക് വേണ്ടിയിട്ടുള്ള 900. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്യാൻ. 2013-14 ഇയറിലേക്ക് വേണ്ടിയിട്ടുള്ള 900 മുൻകൂട്ടി തന്നെ അടിച്ചു, അതായത് 2012-13 അടിച്ചു. അതുകൊണ്ടാണ് പേയ്മെൻറ്റ് സെക്ഷനിൽ ഇവിടെ 5,000 ഉള്ളിൽ 900 ഉണ്ടെന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, പ്രീപെയ്ഡ് കുറയ്ക്കണം, 900 കുറയ്ക്കണം. ഫൈൻ. കാരണം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഫോമാറ്റില്ലേ, സബ്സ്ക്രിപ്ഷൻ ഇൻകം ആണ്. ഇപ്പോൾ സാലറി അല്ലെങ്കിൽ ഓഡിറ്റ് ഫീ അല്ലെങ്കിൽ എന്ത് എക്സ്പെൻഡിച്ചർ ആണെങ്കിലും ഇതുപോലൊക്കെ തന്നെയാണ്, നമ്മുടെ ആ ഒരു ഫോമാറ്റ് തന്നെയാണ്. അത് എക്സ്പെൻഡിച്ചർ ആണ് ഇൻകം ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതൊക്കെ ഞാൻ ഓൾറെഡി മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ അത് നിങ്ങൾ മനസ്സിലുണ്ടാവണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ 31/3/2012 പ്രീപെയ്ഡ് ആണെന്ന് വേണം നമ്മളിത് അസ്യൂം ചെയ്യാനായിട്ട്. 31/3/2013 തന്നിട്ടുള്ള പ്രീപെയ്ഡ് ആണെന്ന് വേണം നമ്മൾ അസ്യൂം ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് നമ്മളിത് കുറയ്ക്കുന്നത്. അടുത്ത കൊല്ലത്തേക്ക് തന്നതായതുകൊണ്ടാണ് നമ്മൾ ഈ 900 കുറയ്ക്കുന്നത്. ആ പോയിന്റ് ഓക്കെ ആണെന്ന് വിചാരിക്കണം. സോ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, മിസ്ലാനിയസ് എക്സ്പെൻസസ്. മിസ്ലാനിയസ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഈ 5,000 നിന്ന് 900 കുറച്ചിട്ട് എഴുതാം. നമുക്ക് 4,100 വരും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞില്ലേ. ഇനി അടുത്തത് വരുന്നത് ഇൻഷുറൻസ് പ്രീമിയം 2,000 ആണ്. ഇൻഷുറൻസ് പ്രീമിയത്തിന് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടെന്ന് നോക്കുക. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതിലെ മിസ്ലാനിയസ് എക്സ്പെൻസ് പ്രീപെയ്ഡ് നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്താണ്. ഇൻഷുറൻസ് പ്രീമിയം ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, ആസ് ഓൺ 31/3/2012 പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നതെന്നുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 31/3/2012 ആണെങ്കിൽ പ്രത്യേകം എടുത്ത് പറയും. അതർവൈസ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് 31/3/2013 ഇതാണെന്നാണ് ഈ മിസ്ലാനിയസ് എക്സ്പെൻസ്. അപ്പോൾ ആ ഡൗട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ ₹400 വാസ് ഇൻഷുറൻസ് പ്രീമിയം ഔട്ട്സ്റ്റാൻഡിംഗ് ആസ് ഓൺ 31/3/2012. അപ്പോൾ ഇത് ബിഗിനിങ്ങിൽ നമ്മൾ ഈ ഒരു വർഷത്തിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ബിഗിനിങ്ങിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം കൊടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ പക്ഷേ ഈ ₹400 കൊടുത്തിട്ടില്ല. 31/3/2012 അത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ബാലൻസ് വന്ന് നിൽക്കുകയാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് നോക്കൂ. ബിഗിനിങ്ങിനുള്ളതാണ് 400 ഔട്ട്സ്റ്റാൻഡിങ് ഇൻഷുറൻസ് പ്രീമിയം ബിഗിനിങ്ങിലുള്ളതാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഇൻഷുറൻസ് പ്രീമിയം 2,000 ആണ് അല്ലേ. ഇത് മറ്റേ സംഭവം പ്രീപെയ്ഡ് ആയതുകൊണ്ട് അടുത്ത കൊല്ലത്തേക്ക് ആയതുകൊണ്ടാണ് നമ്മൾ മൈനസ് ചെയ്തത്. ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ ഏതാ മൈനസ് ചെയ്യുക, ബിഗിനിങ്ങിലുള്ളതാണ് നമ്മൾ മൈനസ് ചെയ്യുക. സോ ഇത് ബിഗിനിങ്ങിലുള്ള ബാലൻസ് ആയതുകൊണ്ട് വാട്ട് വി ഹാവ് ടു ഡു, ഇൻഷുറൻസ് പ്രീമിയം 2,000 തന്നിട്ടുള്ളതിൽ നിന്ന് വി ഹാവ് ടു സബ്ട്രാക്ട് ദിസ് 400. ഈ 400 നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, സോ ഫ്രണ്ട്സ് ഇവിടെ സ്ലൈറ്റ്ലി ഒരു ഡിഫറൻസ് ഉണ്ട്. നിങ്ങളുടെ സ്റ്റഡി മാറ്ററിൽ കറക്റ്റാണ്. 400 വാസ് ഇൻഷുറൻസ് പ്രീമിയം ഔട്ട്സ്റ്റാൻഡിംഗ് ആസ് ഓൺ 31/3/2013 ആണ് വരിക. ഇവിടുത്തെ ഏത് ഡേറ്റ് ആണോ ആ ഡേറ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. നിങ്ങളുടെ സ്റ്റഡി മാറ്ററിൽ കറക്റ്റാണ്. ഈ സ്റ്റഡി മാറ്ററിൽ തെറ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ആണെങ്കിലും ഇതെന്താവും, ഇത് ഓപ്പണിംഗ് ആവും. 2000 നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇവിടെ 2021 ആയിരുന്നുവെങ്കിൽ ഇത് ഓപ്പണിംഗ് ആയിരുന്നേനെ. പക്ഷേ ഇവിടെ 2022 തന്നെ നിങ്ങൾ അവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയും 2022 ആണ്. സോ ദാറ്റ് മീൻസ് ദിസ് ഇസ് എ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് മിസ്ലാനിയസ് എക്സ്പെൻസസ് ഇൻഷുറൻസ് പ്രീമിയം എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നിട്ടുള്ളത്
2000 ആണ്. 2000 ആണ് ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ എമൗണ്ട്. ദിസ് വൺ ഇസ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ്. ക്ലോസിംഗ് പറഞ്ഞാൽ 31st 2013 ഈ ഒരു റെസിപ്റ്റ് നമ്മൾ വരയ്ക്കേണ്ട ഈ ഒരു ഇയറിൻ്റെ ക്ലോസിങ്ങിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. സോ ക്ലോസിംഗിലെന്ന് പറഞ്ഞാൽ ഈ കൊല്ലത്തെയാണ്. അതുകൊണ്ട് തന്നെ വാട്ട് വി ഹാവ് ടു ഡു, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എമൗണ്ട് എഴുതുമ്പോൾ വി ഹാവ് ടു ആഡ് ദിസ് 400 ടു ദിസ് 2000. ഈ 2000 ഈ 400 ആഡ് ചെയ്യുക ആൻഡ് യു വിൽ ഗെറ്റ് 2400. സോ ആ എമൗണ്ട് വേണം നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ കാണിക്കാനായിട്ട്. So next we are going to write to insurance premium. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഔട്ട്സ്റ്റാൻഡിങ് ആഡ് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ആ ഒരു ഫോർമാറ്റ് മനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ആക്ച്വലി എന്താണ് ഇവിടെ 2000 പ്ലസ് 400 ടുഗെദർ ഇറ്റ് ബിക്കംസ് 2400. അണ്ടർസ്റ്റുഡ്. ഇനി അടുത്തത് എന്താ പറയുന്നത്, സി ഹിയർ നെക്സ്റ്റ് വരുന്നത് സ്റ്റേഷനറി എക്സ്പെൻസസ് ആണ് 1500. സ്റ്റേഷനറി എക്സ്പെൻസിന് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല, വി ക്യാൻ റൈറ്റ് ഇറ്റ് ഡയറക്ട്ലി. പിന്നെ ഡ്രാമ എക്സ്പെൻസസ് 5000, അതിനും ഒന്നും പറയുന്നില്ല. സോ അത് നമുക്ക് ഡയറക്റ്റ്ലി എഴുതാം. ഓക്കെ, സോ ഇത് രണ്ട് സംഭവങ്ങൾ വലിയ ഇതൊന്നുമില്ല. സോ ടു സ്റ്റേഷനറി എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് 1500 എഴുതാം. ആൻഡ് ഓൾസോ ടു ഡ്രാമ എക്സ്പെൻസസ് പറഞ്ഞിട്ട് എമൗണ്ട് 5000 എഴുതാം. അതിൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമ്മൾ നോക്കുമ്പോൾ പിന്നെ വരുന്നത് എന്താണ്, ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് ഇൻ ബാങ്കും ആണ്. അത് നമുക്ക് ബാലൻസ് ഷീറ്റിലാണ് ആവശ്യം വരുന്നത്. സോ പേയ്മെൻറ്റ് സൈഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ബാങ്ക് ബിഗിനിങ് ബാലൻസ് ആണ്. അത് നമുക്ക് ആവശ്യമില്ല ഇവിടെ. ഡൊണേഷൻസ് 50,000. അപ്പോൾ ഡൊണേഷൻസ് നോക്കുമ്പോൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കുക. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. 50% ഓഫ് ഡൊണേഷൻ ഈസ് ടു ബി ക്യാപിറ്റലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ക്യാപിറ്റലൈസ് ചെയ്യുന്ന ഭാഗം ബാലൻസ് ഷീറ്റിലേക്ക് ഉള്ളതാണ്. സോ വി ഹാവ് ടു റൈറ്റ് ഇറ്റ് ഇൻ ബാലൻസ് ഷീറ്റ്. ഇതും ബാലൻസ് ഷീറ്റിൽ ഏതാണുള്ളതാണ്, പ്രീപെയ്ഡ്. ഇതും ബാലൻസ് ഷീറ്റിൽ ഏതാണുള്ളതാണ്. സോ യു ഹാവ് ടു കൺസിഡർ ഓൾ ദിസ്. സോ 50%. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിൽ കാണിക്കണം. എവിടെയാണ്, ഇൻകം സൈഡിൽ കാണിക്കണം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഇൻകം സൈഡിലും കാണിക്കണം. ആൻഡ് ഇത് ക്യാപിറ്റലൈസ്ഡ് ഭാഗം നമ്മൾ ബാലൻസ് ഷീറ്റിലും കാണിക്കണം. സോ ഇത് ബാലൻസ് ഷീറ്റിലുള്ളതാണ്. അപ്പോൾ നമുക്ക് 50%, 50,000 50% വന്ന് 25,000 അല്ലേ. സോ നമ്മൾ ആ ഒരു ഭാഗം എഴുതാം. പറഞ്ഞിട്ട് നമ്മൾ എന്ത് കാണിക്കും, 25,000. വൈ 25,000? 50,000ൻ്റെ 50% റവന്യൂ നേച്ചർ, ബാക്കി 50% ക്യാപിറ്റൽ നേച്ചർ. സോ വി ഗോയിങ് ടു റൈറ്റ് 25,000 ഹിയർ. ഓക്കെ, അടുത്തത് എന്താണ്, സാലറീസ്. അപ്പോൾ നമ്മുടെ ഡൊണേഷൻ കഴിഞ്ഞു. അടുത്ത് നോക്കുക, സാലറീസ് സബ്സ്ക്രിപ്ഷൻസ് ആണ്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,20,000 ആണ് അവർ തന്നിട്ടുള്ളത്. ആ 1,20,000 നമ്മൾ നോക്കിയപ്പോൾ അഡീഷണൽ ഇൻഫർമേഷൻസ് ഉണ്ട് അല്ലേ. സോ സബ്സ്ക്രിപ്ഷൻസ് ഇൻ ഏരിയ ഫോർ 2012-13 is 9,000 and subscription in advance for the year 2013-14 is 3,500. So what we have to do here? See, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഏത് വർഷത്തിനാണ്, 2012-13 ആണ്. 2012-13 സബ്സ്ക്രിപ്ഷൻസ് ലഭിക്കാനുണ്ട് 9,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇത് ക്ലോസിംഗ് ആണ്. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ്, ദിസ് വൺ ഇസ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് 9,000. സോ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലാണ് സബ്സ്ക്രിപ്ഷൻ കാണിക്കേണ്ടതെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു, നമ്മൾ ഇത് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, അടുത്തത് സബ്സ്ക്രിപ്ഷൻ ഇൻ അഡ്വാൻസ് ഫോർ ദി ഇയർ 2013-14 3,500. സബ്സ്ക്രിപ്ഷൻസ് അടുത്ത വർഷത്തിന് നമ്മൾ പറയുന്നത് 2012-13 ആണ്. അതിൻ്റെ അടുത്ത വർഷമാണ് 13-14 വരുന്നത്. സോ 2013-14 അഡ്വാൻസ് ആയിട്ട് സബ്സ്ക്രിപ്ഷൻ 3,500 തന്നു. അടുത്ത വർഷത്തേക്കുള്ളതാണ്, ഈ വർഷത്തേക്കുള്ളതല്ല. ഓക്കെ, സോ ക്ലോസിംഗിലാണ് ലഭിക്കുന്നത് 13-14. അടുത്ത വർഷത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഫൈൻ. സോ ദാറ്റ് മീൻസ് ദിസ് ഇസ് ഫോർ നെക്സ്റ്റ് ഇയർ. സിൻസ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് സബ്ട്രാക്ട് ചെയ്യണം. 3,500 സബ്ട്രാക്ട് ചെയ്യണം. ദിസ് വൺ ഹാവ് ടു ബി ആഡഡ് ആൻഡ് ദിസ് വൺ ഹാവ് ടു ബി സബ്ട്രാക്റ്റഡ്. Okay, so we have already explained why we are doing this in the previous video, where I have explained the calculations of subscriptions and other items. Okay, so just follow that format and you will get the answer. അപ്പോൾ ഇവിടെ സബ്സ്ക്രിപ്ഷൻസ് ഇവിടെ 9,000 ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ദിസ് വൺ ഹാവ് ടു ബി സബ്ട്രാക്റ്റഡ്. ഈ സംഭവം അടുത്ത കൊല്ലത്തിന് പ്രീപെയ്ഡ് തന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. സോ നമുക്ക് ചെയ്യാം. സോ ഇവിടെ സബ്സ്ക്രിപ്ഷൻസിൻ്റെ വാല്യൂ എത്ര, 1,20,000 ആണ്. 1,20,000 കൂടെ വി ഹാവ് ടു ആഡ് 9,000. സോ ആഡ് ചെയ്തപ്പോൾ 1,29,000 ആയി. മൈനസ് വി ഹാവ് ടു സബ്ട്രാക്ട് 3,500. 1,25,500 ആണ് വരുന്നത്. ഓക്കെ, സോ ആ എമൗണ്ട് എഴുതാം. സോ ബൈ സബ്സ്ക്രിപ്ഷൻസ് നമ്മൾ ആ ഒരു കാൽക്കുലേഷൻ ജസ്റ്റ് ഇതിൽ കാണിക്കുക. 1,20,000 കൂടെ വി ആഡഡ് 9,000 ആൻഡ് വി സബ്ട്രാക്റ്റഡ് 3,500 ആൻഡ് യു വിൽ ഗെറ്റ് 1,25,500.
ഓക്കെ, ഇനി അടുത്തത് നമുക്കുള്ളത് ഏതാണ്? എൻട്രൻസ് ഫീസ്. എൻട്രൻസ് ഫീസ് എത്രയാണ്? 10,000 ആണ്. എൻട്രൻസ് ഫീസ് അവർ ഇവിടെ പറഞ്ഞിട്ടുണ്ട് റവന്യൂ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ. ദാറ്റ് മീൻസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് എൻട്രൻസ് ഫീസ് എഴുതാം. ബൈ എൻട്രൻസ് ഫീസ് ജസ്റ്റ് അതുപോലെ തന്നെ എഴുതി വെച്ചോളൂ 10,000. ഓക്കെ, ചില ക്വസ്റ്റ്യൻസിൽ അത് ക്യാപിറ്റലൈസ്ഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് തരേ. സോ അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. അടുത്തത് സെയിൽസ്. അടുത്ത് വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. 1,000 ആണ് ഫൈൻ. ഓക്കെ, അവരിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ ഇൻട്രസ്റ്റ് 1,000 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അഡീഷണൽ ഇൻഫർമേഷൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 8% ഇൻട്രസ്റ്റ് ഹാസ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഫോർ 5 months. 5 മാസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ മേൽ നമുക്ക് 8% ഇൻട്രസ്റ്റ് അക്രൂ ചെയ്തിട്ട് കിട്ടാനുണ്ട്. 8% ഇൻട്രസ്റ്റ് നമുക്ക് ലഭിക്കാനുണ്ട്. ഓക്കെ, അക്രൂഡ് ഇൻട്രസ്റ്റിൻ്റെ വാല്യൂ ആണ് പറയുന്നത്. സോ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ വാല്യൂ നിങ്ങൾ നോക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ടു സി 60,000 ആണ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ വാല്യൂ വരുന്നത്. 60,000 ആണ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ വാല്യൂ വരുന്നത്. ആൻഡ് ദേ ഹാവ് ഓൾസോ പ്രൊവൈഡഡ് എസ് 8% ഇൻട്രസ്റ്റ് ആണ്. ഈ 8% ഇൻട്രസ്റ്റ് മോസ്റ്റ് പ്രോബബ്ലി അത് ഒരു വർഷത്തിൻ്റെ ആയിരിക്കും. യൂഷ്വലി അവർ പെർ ആനം ഒക്കെ തരാനുണ്ട്. സോ വി ആർ ഗോയിങ് ടു അസ്യൂം 8% ഇസ് ഫോർ ആൻ ഇയർ, 8% പെർ ആനം. ഓക്കെ, അപ്പോൾ ഇവിടെ 5 monthsന് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് ലഭിക്കാത്തത്. അതായത് നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട്, കൈകളിലേക്ക് കിട്ടിയിട്ടില്ല. ഫൈൻ. സോ അതുകൊണ്ട് ഈ റെസിപ്റ്റ് സൈഡിൽ നമുക്ക് തന്നിട്ടുള്ള ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ അത് ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, അതാണ് ഇവിടെ പറയാൻ വന്നത്. അപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൽ ശരിക്കും നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ കാണിക്കുള്ളൂ. നമ്മൾ അക്രൂഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണിക്കില്ല. സോ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യണം. സോ നോക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ വാല്യൂ 60,000 ആണ്. 8% ഇറ്റ്സ് ഫോർ ആൻ ഇയർ. 8% ഇസ് ഫോർ ആൻ ഇയർ. നമുക്ക് 5 monthsൻ്റെയാണ് വേണ്ടത്. സോ ഇതെന്ന് പറഞ്ഞാൽ 12 monthsൻ്റെയാണ്. സോ കറസ്പോണ്ടിങ് 5 monthsൻ്റെയാണ് നമുക്ക് വേണ്ടത്. സോ 5 ഡിവൈഡഡ് ബൈ 12 നമുക്ക് എത്ര കിട്ടി? 2,000 കിട്ടി. ഓക്കെ, സോ 2,000 മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. നമ്മൾ ശരിക്കും അപ്പോൾ ഈ 2,000 എന്ന് പറഞ്ഞാൽ അക്രൂഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇതിനോട് കൂടെ നമ്മുടെ സാധാരണ നമുക്ക് തന്നിട്ടുള്ള ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 1,000 നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആൻഡ് യു വിൽ ഗെറ്റ് 3,000. ഓക്കെ, ഈ 3,000 വേണം യു ഹാവ് ടു റൈറ്റ് ഇൻ ഇൻകം സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഫൈൻ. വൺസ് അഗെയിൻ, അതായത് 5 മാസത്തെ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടില്ല എന്ന്. ഒരു വർഷത്തെ പെർസെൻറ്റേജ് 8%. 5 മാസത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8%. സോ ഇവിടെ നോക്കുക, 60,000 എന്ന് പറഞ്ഞ് ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. 8% ഇൻട്രസ്റ്റ് പറഞ്ഞ് ദിസ് 4,800 ഇസ് ഫോർ ആൻ ഇയർ. ദാറ്റ് മീൻസ് ദിസ് ഇസ് ഫോർ 12 months. നമുക്ക് 5 monthsൻ്റെ ഇൻട്രസ്റ്റ് ആണ് വേണ്ടത്. കാരണം 5 monthsന് ഇൻട്രസ്റ്റ് ആണ് കിട്ടാത്തത്. സോ 2,000 ഇൻട്രസ്റ്റ് ആണ് നമുക്ക് അക്രൂഡ് നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കൈകളിലേക്ക് കിട്ടാത്തത്. സോ ദിസ് ഇസ് ദി അക്രൂഡ് ഇൻട്രസ്റ്റ്. ദിസ് അക്രൂഡ് ഇൻട്രസ്റ്റ് ഹാവ് ടു ബി ആഡഡ് വിത്ത് ദ 1,000 വിച്ച് ഇസ് ഓൾറെഡി പ്രൊവൈഡ് ഇൻ ദ റെസിപ്റ്റ് സൈഡ്. ഓക്കെ, ഈ 1,000 കൂടെ ആഡ് ചെയ്തിട്ട് വി ഹാവ് ടു റൈറ്റ് 3,000 അണ്ടർ ഇൻകം സൈഡ്. ഓക്കെ, നമ്മൾ ഇൻകം സൈഡിൽ 3,000 വേണം എഴുതാനായിട്ട്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. സോ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഇസ് ദാറ്റ് ഇവിടെ എഴുതുക ബൈ ഇൻട്രസ്റ്റ് ഓൺ, നിങ്ങൾ ഫുള്ളായിട്ട് എഴുതിക്കോളൂ കേട്ടോ, ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടെ എന്താ കാൽക്കുലേഷൻ ചെയ്യുന്നത്? 60,000 ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. അതിൽ 8% ഫോർ 12 years. വി റിക്വയർ 5 months ഇൻട്രസ്റ്റ്. ഇത് plus the 1,000 which is already provided in the receipt and payment section. Together, once we add this, the achievement 2,000 plus 1,000, we'll get 3,000. Okay, so interest on investments is over. Next, interest from banks is 4,000 and there is no additional information regarding that item. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് അതുപോലെ തന്നെ എഴുതാം, ഇൻട്രസ്റ്റ് ഓൺ അല്ലെങ്കിൽ ബാങ്ക് ഇൻട്രസ്റ്റ് എന്ന് എഴുതാം. ബൈ ബാങ്ക് ഇൻട്രസ്റ്റ് എമൗണ്ട് വരുന്നത് 4,000, റൈറ്റ്. 4,000 നമ്മൾ അതുപോലെ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താ, സെയിൽ ഓഫ് ഓൾ ന്യൂസ് പേപ്പർ, അത് റവന്യൂ ആണ് അല്ലേ, 1,500. ദർ ഇസ് നോ അഡീഷണൽ ഇൻഫർമേഷൻസ് റിഗാർഡിംഗ് ദാറ്റ്. സോ വി ക്യാൻ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ആസ് ഇറ്റ് ഇസ്. വി ക്യാൻ റൈറ്റ് ഡയറക്ട്ലി 1,500. ആൻഡ് ഓൾസോ സെയിൽ ഓഫ് ഡ്രാമ ടിക്കറ്റ്സും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, ഇല്ലല്ലോ, പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഓക്കെ, 10,500. ജസ്റ്റ് റൈറ്റ് ഇറ്റ് ആസ് ഇറ്റ് ഇസ്. സോ രണ്ടും എഴുതാം. ഇൻകംസ് ആണ് ബൈ സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞിട്ട് 1,500 വരും. പിന്നെ സെയിൽ ഓഫ് ഡ്രാമ ടിക്കറ്റ്സ് 10,500.
നമ്മളതുപോലെ തന്നെ എടുത്ത് എഴുതി. ഓക്കെ, ഇനി പിന്നെ ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അഡീഷണൽ ഫോർമേഷൻസിലെ ഇനി ബാലൻസ് ഷീറ്റിൽ ഏതാനുള്ള കാര്യങ്ങളുള്ളൂ. പിന്നെ ബില്ലറ്റ് സ്റ്റേബിൾ ആൻഡ് അതർ സ്പോർട്സ് എക്യുപ്മെൻറ്റ് കോസ്റ്റിംഗ് 3 lakh was purchased in the financial year 2011-12 and of which 80,000 was not paid 31st-2012. There is no charge for depreciation to be considered. അപ്പോൾ ഡിപ്രിസിയേഷൻ ഒന്നും കൺസിഡർ ചെയ്യുന്നത് പറയുന്നുണ്ട്. സോ നമുക്ക് ഇനി ഒന്നും എഴുതാനില്ല. നമ്മളിനി അടുത്ത് എന്താ ചെയ്യണം, രണ്ട് സൈഡും ടോട്ടൽ ചെയ്ത് നോക്കുക ആൻഡ് സി സർപ്ലസ് ആണോ ഡെഫിഷ്യൻസി ആണോ വരുന്നതെന്നുള്ളത് നോക്കുക. സർപ്ലസ് ആണോ ഡെഫിഷ്യൻസി ആണോ വരുന്നത് നോക്കുക, രണ്ട് സൈഡും ടോട്ടൽ ചെയ്തിട്ട്. സോ അതിന് നമ്മൾ ഇൻകം സൈഡ് ടോട്ടൽ ചെയ്യാം. 25,000, 1,25,500 plus 10,000 plus 3,000 plus 4,000 plus 1,500 plus 10,500. അപ്പോൾ 1,79,500 വരുന്നുണ്ട്. 1,79,500. ഇനി ഇവിടെ ചെയ്ത് നോക്കുക. 20,000 plus 5,000 plus 4,100 plus 2,400 plus 1,500 plus 5,000. 38,000 ആണ് വരുന്നത് ഇവിടെ. 38,000 മൈനസ് 1,79,500 ചെയ്യുക ആൻഡ് വിൽ ഗെറ്റ് 1,41,500. ഓക്കെ, ഇവിടെ ടോട്ടൽ ഇപ്പോൾ വരുന്നത് 1,79,500 ആണ്. ഡെബിറ്റ് സൈഡ് നമ്മൾ ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 38,000 ആണ്. ഈ 38,000 1,79,500 നിന്നും കുറയ്ക്കുമ്പോൾ വിൽ ഗെറ്റ് 1,41,500. 1,41,500 അപ്പോൾ ഇവിടെ എഴുതുന്നത്, ഇവിടെയാണ് എഴുതുന്നത്. ഇതെന്തായിരിക്കും? ഇൻകമാണ് കൂടുതൽ. അപ്പോൾ ഇൻകമാണ് കൂടുതൽ, എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതലാണ് ഇൻകം. അങ്ങനെയെങ്കിൽ ആ ഒരു അവസ്ഥയെ നമ്മൾ പറയുന്നതാണ് ടു സർപ്ലസ്. നിങ്ങൾ എഴുതാം, സർപ്ലസ് ആണ്. ഓക്കെ, ബാലൻസ് ഫിഗർ 1,41,500. ദിസ് ഹാവ് ടു ബി ആഡഡ് ഇൻ ദ ക്യാപിറ്റൽ ഫണ്ട് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ. ഓക്കെ, അപ്പോൾ ഇതാ നമുക്ക് ആവശ്യമുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ യു ഹാവ് ടു റിമെമ്പർ, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് ഉണ്ടായിരിക്കും. ഇത് നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ തന്ന പോലെ നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. സോ ദർ ഇസ് നോ റിക്വയർമെൻറ്റ് ഓഫ് ഡ്രോയിങ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. But if there is no capital fund provided in the question, then we have to prepare a opening balance sheet. നമുക്ക് എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ഫണ്ട് ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഓപ്പണിങ്ങിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് ബാലൻസിങ് ഫിഗർ ആയിട്ട് ലഭിക്കേണ്ടതാണ് ഈ ക്യാപിറ്റൽ ഫണ്ട്. This balancing figure which is this capital fund, we can take and use it in the closing balance sheet as well. ഇതേ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ക്യാപിറ്റൽ ഫണ്ട് ലഭിച്ചു, ആ എമൗണ്ട് കിട്ടി. ആ എമൗണ്ട് നമുക്ക് എവിടെ യൂസ് ചെയ്യാം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് എങ്ങനെ പോയാലും വേണം, റൈറ്റ്? നമുക്ക് ക്യാപിറ്റൽ വേണം. ക്യാപിറ്റൽ ആൻഡ് ഈ ഓർഗനൈസേഷൻ ബിഗിൻ ചെയ്യില്ലല്ലോ. സോ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസിലും ഇതേപോലെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. സോ വി ഹാവ് ടു പ്രിപ്പയർ ആൻ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഫസ്റ്റ്. എന്നിട്ട് ക്യാപിറ്റൽ ഫണ്ടിൻ്റെ എമൗണ്ട് ബാലൻസിങ് ഫിഗറായിട്ട് കിട്ടിയതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ asset side of balance sheet asset first for 2021. This is an opening balance. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ഞാൻ ഈ വരയ്ക്കുന്നതിൽ ആക്ച്വലി വരേണ്ടത് ഇവിടെ ഫസ്റ്റ് ഫോർ 2012 എന്നാണ് വരേണ്ടത്. പക്ഷെ നമ്മുടെ സ്റ്റഡി മാറ്റിൽ 2022 സിലബസിൽ സ്റ്റഡി മാറ്റിൽ 2021-22 ആണ് ഇയർ വരുന്നതെന്ന് തോന്നുന്നു. ഫൈൻ. സോ അതുകൊണ്ടാണ് ഈ ഡേറ്റ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം എന്താണ് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ചെയ്തു. ഇവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് ഫോർ 2021 അല്ലെങ്കിൽ യു ക്യാൻ സേ എൻ്റെ സ്റ്റഡി മാറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫോർ 2012 ഇത് ഓപ്പണിംഗ് ആണ്. വി ക്യാൻ യൂസ് ഇറ്റ് ഇൻ ദി അസറ്റ് സൈഡ് ഓഫ് ദി ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, റൈറ്റ്? സോ നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കത് എഴുതാം. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റ് സൈഡിൽ ദിസ് വൺ ഇസ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. സോ ക്യാഷ് ഇൻ ഹാൻഡ് ആസ് വെൽ ആസ് ക്യാഷ് അറ്റ് ബാങ്ക്. ഓപ്പണിങ്ങിലുള്ള ബാലൻസ് വേണം എഴുതാനായിട്ട്. ഓപ്പണിങ്ങിൽ നമുക്ക് റെസിപ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ കാണാം 40,000 and 1 lakh. 40,000 and 1 lakh. അങ്ങനെ അത് കഴിഞ്ഞു. ഇനിയുള്ള നിങ്ങൾ നോക്കുക, ബില്ലാറ്റ് സ്റ്റേബിളിൻ്റെ കുറിച്ചിട്ട് ബില്ലാറ്റ് സ്റ്റേബിളിനെ പറ്റിയിട്ട് കുറച്ച് കാര്യം പറയുന്നുണ്ട്. ബില്ലാറ്റ് സ്റ്റേബിൾ ആൻഡ് അതർ സ്പോർട്സ് ഐറ്റംസ് ഇവിടെ നോക്കുക 3 lakh ആണ് അതിൻ്റെ വാല്യൂ. കോസ്റ്റ് ചെയ്യുന്നത് 3 lakh ആണ്. ബട്ട് അതിൻ്റെ 80,000 rupees നമ്മൾ 31st-2012 ആയിട്ടും നമ്മൾ കൊടുത്തിട്ടില്ല. ദാറ്റ് മീൻസ് ഫസ്റ്റ് ഫോർ 2012 ഓർ യു ക്യാൻ സേ ഫസ്റ്റ് ഫോർ 2021 ഈ 80,000
ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. 80,000 കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. സോ ഇത് കൊടുത്തിട്ടില്ല. 31/3/2012 ആയിട്ടും കൊടുത്തിട്ടില്ല. ദാറ്റ് മീൻസ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഈ 18,000 ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി ആയിട്ട് കാണിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ. 8,000 കൊടുക്കാനുള്ളതാണ് നമ്മൾ ബിൽ ബോർഡ് എന്ന് പറഞ്ഞിട്ട്, ബില്ലാർഡ് സ്റ്റേബിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കും. ഫൈൻ. ഇനി ഈ 3 lakhനാണ് നമ്മളിത് വാങ്ങിച്ചത്, റൈറ്റ്? 3 lakhനാണ് നമ്മൾ വാങ്ങിച്ചത്. സോ വി ഹാവ് ടു റൈറ്റ് 3 lakh. ആ കോസ്റ്റ് നമ്മൾ 3 lakh എഴുതുന്നു. ബില്ലാർഡ് സ്റ്റേബിൾ ആൻഡ് അതർ സ്പോർട്സ് എക്യുപ്മെന്റ്സ് വേണ്ടിയിട്ട് 3 lakh എഴുതുന്നു. അസറ്റ് സൈഡിൽ നമ്മൾ വാങ്ങിച്ചല്ലോ, അസറ്റ് വാങ്ങിച്ചല്ലോ. സോ വി ഹാവ് ടു ഷോ ഇറ്റ് ഇൻ അണ്ടർ അസറ്റ് സൈഡ്. സോ നൗ വി ആർ ഗോയിങ് ടു റൈറ്റ് വാട്ട് ബില്ലാർഡ് സ്റ്റേബിൾ ആൻഡ് അതർ സ്പോർട്സ് എക്യുപ്മെന്റ്സ്. ആദ്യം 3 lakh എഴുതാം. നമ്മൾ അസറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ബില്ലാർഡ് സ്റ്റേബിൾ ആൻഡ് അതർ sports equipments. So that is 3 lakh. 3 lakh ആണ്. അപ്പോൾ അത് നമ്മൾ കൺസിഡറേഷനിൽ എടുത്തു. ഇനി വേറെ എന്തെങ്കിലും കാര്യം നമ്മൾ കൺസിഡറേഷൻ എടുക്കാത്തുണ്ട്? ഓപ്പണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യം നമ്മൾ കൺസിഡറേഷൻ എടുത്തിട്ടുണ്ട്. അസറ്റ് സൈഡിൽ വരേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡറേഷനിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ലയബിലിറ്റി സൈഡ് പ്രിപ്പയർ ചെയ്യാം. സോ ലയബിലിറ്റി സൈഡിൽ വി ഡോണ്ട് നോ ക്യാപിറ്റൽ ഫണ്ട്. ക്യാപിറ്റൽ ഫണ്ട് ഈസ് എ റിക്വയർമെൻറ്റ്. ഓക്കെ, ക്യാപിറ്റൽ ഫണ്ട് നമുക്ക് അറിയില്ല. സോ ക്യാപിറ്റൽ ഫണ്ട് നമുക്ക് അറിയില്ല. സോ ക്യാപിറ്റൽ ഫണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് സ്പേസ് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് എന്താ ഉള്ളത്? നമുക്ക് 80,000 ബില്ലാർഡ് സ്റ്റേബിളിൻ്റെ 80,000 ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ 31st 2012. സോ ദിസ് വിൽ ബി ഓൾസോ ദ ഫസ്റ്റ് 2012 80,000 ഉണ്ടായിരിക്കും. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട്. സോ വാട്ട് വി ഹാവ് ടു റൈറ്റ് ഇവിടെ? ബില്ലാർഡ് സ്റ്റേബിൾ ഔട്ട്സ്റ്റാൻഡിങ് പറഞ്ഞാൽ നമ്മൾ 80,000 കാണിക്കുകയാണ്. വേറെ സംഭവങ്ങളൊന്നും നമ്മൾ നോക്കുമ്പോൾ കാണാനില്ല. ബാക്കിയൊക്കെ ക്ലോസിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ ഓപ്പണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൺസിഡറേഷനിൽ എടുത്തു. സോ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യാം. 1,000 + 1 lakh. സോ 3 lakh, 4 lakh, 4,40,000 ആണ് നമുക്ക് ഇവിടെ ടോട്ടൽ വരുന്നത്. 4,40,000 ഇനിയാണ് ഇവിടെയും വരേണ്ടത്. ഓക്കെ, 4,40,000 ആണ് ഇവിടെ വരേണ്ടത്. കാരണം അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി ആണല്ലോ, ബാലൻസ് ഷീറ്റിൽ ഈക്വൽ ആവുമല്ലോ ലാസ്റ്റ്. ഇവിടെ 80,000 ഉള്ളൂ. സോ വാട്ട് ഇസ് ദാറ്റ് ബാലൻസിങ് ഫിഗർ? 4,40,000 മൈനസ് 80,000. 3,60,000 ആണ് ക്യാപിറ്റൽ ഫണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ദിസ് വൺ വിൽ അപ്പിയർ ആസ് എ ബാലൻസിങ് ഫിഗർ. Okay, 3,60,000. Now we can use this 3,60,000 while we are preparing the closing balance sheet. Okay, അപ്പോൾ നമ്മൾ അടുത്തത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ഒരുപാട് കാര്യങ്ങൾ കൺസിഡറേഷൻ എടുക്കാനായിട്ടുണ്ട്. ഫസ്റ്റ് തിങ് വി ആർ ഗോയിങ് ടു റൈറ്റ് ഇസ് ക്യാപിറ്റൽ ഫണ്ട്. ഫസ്റ്റ് നമുക്ക് ലയബിലിറ്റി സൈഡ് കംപ്ലീറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് അസറ്റ് സൈഡിലേക്ക് പോവാം. സോ ഫസ്റ്റ് തന്നെ ക്യാപിറ്റൽ ഫണ്ടിൽ പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതുകൊണ്ട് 3,60,000 തന്നെ നമുക്ക് ഇന്നർ കോളത്തിൽ എഴുതാം. കാരണം ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പ്ലസ് ഞാനൊരു കാര്യം ഈ പറയുന്ന ക്യാപിറ്റൽ ഫണ്ടിനോട് കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞായിരുന്നല്ലോ. ഏതാ? 50% ഓഫ് ഡൊണേഷൻ ഇസ് ടു ബി ക്യാപിറ്റലൈസ്, റൈറ്റ്? സോ ആ ക്യാപിറ്റലൈസ് ചെയ്യുന്ന ഭാഗം യു ഹാവ് ടു റൈറ്റ് ഇൻ ദി ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. സോ 50% ഓഫ് ഡൊണേഷൻ ഇസ് 50,000 ആസ് പെർ ദ ക്വസ്റ്റ്യൻ. സോ 50,000ൻ്റെ 50% എന്ന് പറയുമ്പോൾ 25,000 ഓൾറെഡി റവന്യൂവിൽ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്, ഇൻകം സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ദി അതർ 50% വി ഹാവ് ടു ഷോ ഇൻ ദി ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. ഫൈൻ. സോ അത് നമ്മൾ ക്യാപിറ്റൽ ഫണ്ടിനോട് കൂടെ ആഡ് ചെയ്തിട്ട് വേണം കാണിക്കാനായിട്ട്. സോ ഡൊണേഷൻസ് 25,000 പ്ലസ് ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, നോക്കിയൊക്കെ എന്തായിരിക്കും? നമ്മളുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് സർപ്ലസ് കിട്ടിയിട്ടുണ്ട് അല്ലേ? സർപ്ലസ് ആണെങ്കിൽ വി ഹാവ് ടു ആഡ് ടു ദ ക്യാപിറ്റൽ ഫണ്ട്. ഡെഫിഷ്യൻസി ആണെങ്കിൽ വി ഹാവ് ടു സബ്ട്രാക്ട് ഫ്രം ദി ക്യാപിറ്റൽ ഫണ്ട്. സോ ഇവിടെ സർപ്ലസ് ആണ്. സോ വി ഹാവ് ടു ആഡ്. സോ പ്ലസ് സർപ്ലസ് എന്ന് പറയുന്നത് 1,41,500. Now just add all these three together. 3,60,000 plus 25,000 plus 1,41,500 and you will get 5,26,500. This have to be written in the outer column. Okay. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ എന്താണെങ്കിൽ നമുക്ക് ഇനി ലൈബ്രറി സൈഡിൽ എഴുതാനുള്ളത് ശ്രദ്ധിച്ച് നോക്കൂ. ഇവിടെ നോക്കുക, സബ്സ്ക്രിപ്ഷൻ ഇൻ അഡ്വാൻസ് ഫോർ ദി 2013-14 3,500 നമുക്ക് തന്നിട്ടുണ്ട്. അതായത് അടുത്ത കൊല്ലത്തിലേക്ക് ഇൻകം ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മുടെ ഒരു എക്സ്പെൻഡിച്ചർ പ്രീപെയ്ഡ് ആണ് ചെയ്യുന്നത്, മുൻകൂട്ടി അടയ്ക്കുകയാണെങ്കിൽ അത് അസറ്റാണ്. എന്നാൽ നമുക്ക് ഇൻകം ആയിട്ടുള്ളൊരു സംഭവം നമുക്ക് മുൻകൂട്ടി അല്ലെങ്കിൽ ഓർഗനൈസേഷന് മുൻകൂട്ടി കിട്ടുകയാണെങ്കിൽ അതെന്താണ്? ലൈബിലിറ്റി ആണ്. സോ ദി സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് ഹാവ് ടു ബി റിട്ടേൺ അണ്ടർ ദി ലൈബിലിറ്റി സൈഡ്. കാരണം അടുത്ത കൊല്ലത്തേക്കുള്ള 3,500 ആണ്. നമുക്ക് ആദ്യം കിട്ടിയത് എമൗണ്ട് ആണ്. നമ്മൾ അത് റിലേറ്റഡ് ആയിട്ടൊരു ബെനിഫിറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. സോ യു ഹാവ് ടു റൈറ്റ് വാട്ട്? സബ്സ്ക്രിപ്ഷൻ ഇൻ അഡ്വാൻസ്. ഓക്കെ, സോ സബ്സ്ക്രിപ്ഷൻ ഇൻ അഡ്വാൻസ് വാല്യൂ വരുന്നത് 3,500.
ഓക്കെ. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഒരു ഔട്ട്സ്റ്റാൻഡിങ് വരുന്നുണ്ട്, ഇൻഷുറൻസ് പ്രീമിയം. ഇൻഷുറൻസ് പ്രീമിയം ₹400 എന്ന് പറഞ്ഞിട്ട് 31/3/2013 ഓർ യു ക്യാൻ സേ നിങ്ങളുടെ 31/3/2022 ആയിരിക്കും. അതിൽ ക്ലോസിങ് ഔട്ട്സ്റ്റാൻഡിങ് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ആ കൊല്ലത്തിൽ കൊടുക്കാതെ ഇരുന്നിട്ടുള്ളതാണ്, നമുക്ക് കൊടുക്കാനുള്ളതാണ്, നമ്മൾ കൊടുത്തിട്ടില്ല. കൊടുക്കാനുള്ളതൊക്കെ എന്താണ്? ലൈബിലിറ്റി ആണ്. 400 ഹാവ് ടു ബി ഷോൺ. ആണ്ട് ലൈബിലിറ്റി സൈഡ് നമ്മൾ എന്ത് ചെയ്യണം? ഇൻഷുറൻസ് പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ട് വേണം കാണിക്കാനായിട്ട്. ഇൻഷുറൻസ് പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് എഴുതിക്കോളൂ 400. ഓക്കെ, ഇനി നമുക്ക് ഇനി ലൈബിലിറ്റി സൈഡ് പ്രത്യേകിച്ചൊന്നും ഇല്ലാന്ന് തോന്നുന്നു. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ അസറ്റ് സൈഡ്. അസറ്റ് സൈഡിൽ ഫസ്റ്റ് നമ്മൾ എഴുതുന്നത് നമുക്ക് റെസിറ്റൻസ് പേയ്മെൻറ്റ് സൈഡിൽ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് തന്നിട്ടുണ്ട്. സോ അത് തന്നെ ആദ്യം എഴുതാം. സോ ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് തന്നിട്ടുള്ളത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് സൈഡിൽ നിങ്ങൾ നോക്കുമ്പോൾ ക്യാൻ സി ക്ലോസിംഗ് ബാലൻസസ് 26,500 and 72,000. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് സൈഡ് നോക്കുക. അപ്പോൾ അതിൽ കുറച്ച് അസറ്റുകൾ തന്നിട്ടുണ്ട്. ഫർണിച്ചർ ഉണ്ട് അല്ലേ, ഫർണിച്ചർ ഉണ്ട്, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. പിന്നെ ഈ ഫർണിച്ചറും ഇൻവെസ്റ്റ്മെൻറ്റിനും കേസ് നമുക്ക് ആദ്യം എഴുതാം. ഓക്കെ, അപ്പോൾ ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് കാണിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റിനോട് കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്നർ കോളത്തിൽ കാണിച്ചിട്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അക്രൂഡ് ഇൻട്രസ്റ്റ് എന്താ കിട്ടാനുള്ള ഇൻട്രസ്റ്റ് ആണല്ലേ. സോ ദാറ്റ് ഇസ് എ അസറ്റ് ആയിട്ട് നമ്മൾ കാണിക്കണം. ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഇൻട്രസ്റ്റ്. സോ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2,000 ആണ്. അക്രൂഡ് ഇൻട്രസ്റ്റ് 2,000 ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് 60,000 + 2,000 62,000 എഴുതാം. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടും കാണിക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് 60,000, അതുപോലെ അക്രൂഡ് ഇൻട്രസ്റ്റ് പറഞ്ഞിട്ട് 2,000 കാണിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് അങ്ങനെ കാണിക്കാം. നമ്മുടെ സ്റ്റഡി മാറ്റിൽ അങ്ങനെ തന്നെയാണ് കാണിച്ചത്. സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചാലും വലിയ കുഴപ്പമൊന്നും വരുന്നില്ല. സോ ഇൻവെസ്റ്റ്മെൻറ്റ് 60,000 ആണ്, പ്ലസ് അക്രൂഡ് ഇൻട്രസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് എഴുതിക്കോളൂ 2,000. നമുക്ക് 62,000 വരും. ഓക്കെ, 62,000 നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതുന്നു. പിന്നെ അടുത്ത് വരുന്ന ഫർണിച്ചറാണ്. അപ്പോൾ നമുക്ക് ഡിപ്രിസിയേഷൻ ഒന്നും കൺസിഡർ ചെയ്യേണ്ടെന്ന് ഈ ക്വസ്റ്റനിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫർണിച്ചർ നമുക്ക് കോസ്റ്റിൽ തന്നെ എഴുതാം 60,000. ഫർണിച്ചർ 60,000. ഓക്കെ, അടുത്തത് നമുക്ക് മിസ്ലാനിയസ് എക്സ്പെൻസസിൻ്റെ അഡീഷണൽ ഇൻഫർമേഷൻ നിങ്ങൾ നോക്കുക. ഇവിടെ മിസ്ലാനിയസ് എക്സ്പെൻസസ് പ്രീപെയ്ഡ് 900. ഞാൻ പറഞ്ഞത് ഒരു എക്സ്പെൻഡിച്ചർ പ്രീപെയ്ഡ് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്കതൊരു അസറ്റാണ് അല്ലേ. അപ്പോൾ 900 നമ്മൾ കാണിക്കാം. മിസ്ലാനിയസ് എക്സ്പെൻസസ് 900 കാണിച്ചു. അടുത്ത ഐറ്റംസ് നമ്മളിവിടെ അഡീഷണൽ ഇൻഫർമേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാനുള്ളത് തന്നെയാണ് സബ്സ്ക്രിപ്ഷൻ അരിയേഴ്സ്. നമുക്ക് ലഭിക്കാനുള്ളതാണല്ലേ, ലഭിക്കാനുള്ള സബ്സ്ക്രിപ്ഷനാണ്. കിട്ടാനുള്ളതൊക്കെ എന്താണ്? അസറ്റാണ്. ഓക്കെ, സോ ക്ലോസിങ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്, അവർ നമുക്ക് തരാനുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അക്രൂഡ് നമുക്ക് ലഭിക്കാനുള്ള ഒരു സംഭവം ആയതുകൊണ്ട് സബ്സ്ക്രിപ്ഷൻസ് അക്രൂഡ് നമ്മൾ കാണിക്കുകയാണ്. നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് യൂഷ്വലി നമുക്ക് കൊടുക്കാനുള്ളപ്പോഴാണ് നമ്മൾ പറയാറ്. സോ സബ്സ്ക്രിപ്ഷൻ അക്രൂഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിക്കാം 9,000 കാണിക്കാം. അതാണ് ക്ലോസിങ്ങിൽ നമുക്ക് കിട്ടാനുള്ളതാണല്ലോ. ഓക്കെ, അടുത്തത് ഇനി നമുക്ക് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് നോക്കാം. എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ക്ലോസിംഗ് ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് എഴുതി വെച്ചു. ബില്ലാർഡ് ടേബിൾ ആൻഡ് അതർ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് ഉണ്ടല്ലോ, അത് വിറ്റതായിട്ട് പറയുന്നൊന്നുമില്ല അല്ലല്ലോ. സോ നമ്മൾ അത് എഴുതണം, ആ സംഭവം ഇവിടെ എഴുതണം. ബില്ലാർഡ്സ് ടേബിൾ ആൻഡ് അതർ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് നിങ്ങൾ മൊത്തത്തിൽ എഴുതിക്കോളൂ. 3 lakh തന്നെ നമുക്ക് എഴുതാം, കാരണം അതിന് വേറെ അഡീഷൻ ഒന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ക്യാപിറ്റൽ ഫണ്ട് നമ്മൾ എക്സാക്ട്ലി 3,60,000 ആണ് എഴുതിയത്. ഈ ബില്ലാർഡ്സ് ടേബിൾ ഔട്ട്സ്റ്റാൻഡിങ് 80,000, അതിവിടെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് ലൈബ്രറി സൈഡിൽ കാണിച്ചില്ലല്ലോ. അതെന്തുകൊണ്ടാണ് കാണിക്കാണ്ടിരുന്നത്? നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് സൈഡ് എടുക്കുക. അവിടെ നോക്കുമ്പോൾ നമ്മൾ 2012-13 ഇയറിൻ്റെ ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ 2021-22 ഇയറിൻ്റെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത്. ആ ഇയറിൻ്റെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ ആ ഒരു ഇയറിൽ, അതായത് കഴിഞ്ഞ കൊല്ലം 80,000 കൊടുക്കാത്തത് ഇക്കൊല്ലം 80,000 കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നു പേയ്മെൻറ്റ് സൈഡിൽ. അപ്പോൾ ഇതിനി ആ ലൈബിലിറ്റി ആയിട്ട് നിലനിൽക്കുന്നില്ല. സോ നമുക്കത് ലൈബിലിറ്റി ആയിട്ട് കാണിക്കേണ്ട കാര്യമില്ല. ദർ ഇസ് നോ നീഡ് ടു ഷോ 8,000 ആസ് ദി ലൈബിലിറ്റി നൗ ബിക്കോസ് ഇറ്റ് ഹാസ് ഓൾറെഡി ബീൻ പെയ്ഡ്. ആ പേ ചെയ്ത കാര്യങ്ങൾ മാത്രമേ പേയ്മെൻറ്റ് സൈഡിൽ വരുള്ളൂ 80,000. അതുകൊണ്ട് ആ ഔട്ട്സ്റ്റാൻഡിങ് ലൈബിലിറ്റി ഇല്ല അതേ. സോ ദർ ഇസ് നോ റിക്വയർമെൻറ്റ്, ദർ ഇസ് നോ നീഡ് ടു റൈറ്റ് ദിസ് 80,000 ഇൻ ദി ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ഓൾസോ. ഫൈൻ. സോ ഐ തിങ്ക് നമ്മളെല്ലാതും എഴുതിയിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ടോട്ടൽ ചെയ്ത് നോക്കാം. ലെറ്റ്സ് സി 26,500 പ്ലസ് 72,000 പ്ലസ് 62,000 പ്ലസ് 60,000 പ്ലസ് 900 പ്ലസ് 9,000 പ്ലസ് 3 lakh. We will get total 5,30,400. Okay. Next, let's add liability. 5,26,500 plus 30,500 plus 400. This one also same. 5,30,400. So with this, illustration number 17 is clear. Thank you for watching and rock your studies.